ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ലാലൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്ലവേഴ്സും ചെടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പറയണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് സാംസിബർ പ്ലാന്റ് ആണ്. ഇതിന് സെഡ് പ്ലാന്റ് എന്നും പറയട്ടാ. പിന്നെ ഇതിമ്മ പൂവുണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതിമ്മൽ പൂവുണ്ടാവുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയണ്ടേ. പിന്നെ ഈ പൂവിന് നല്ല പൂമ്പൊടിയൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ ഈ ചെടിയാണ്. ഈ ചെടീൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ് ആട്ടാ. ഇങ്ങനെ പോയിട്ട് ഇവിടെ ഗ്രാസൊക്കെ ഉണ്ട്. അത് ചെറിയ കൊമ്പുകളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടതായിരുന്നു. ഇത് പിന്നെ നല്ല വലുതായി നല്ല രസത്തിലുണ്ടായി വന്നേന് കേട്ടത്. പിന്നെ എന്താ അറിയില്ല, ഇതൊക്കെ ഉണങ്ങിപ്പോയി. കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ? അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പറിച്ചിട്ടതാട്ടോ ഇതൊക്കെ. പിന്നെ അത് കരിഞ്ഞൊക്കെ പോയപ്പോൾ ഇതാകെ വൃത്തികേടായി. ഇനി ഇത് കളഞ്ഞിട്ടൊക്കെ റെഡിയാക്കി എടുക്കണം. പിന്നെ ഇത് 10 മണിൻ്റെ അതാണ്. പിന്നെ ഇത് വട്ടത്തിലുള്ള ഇലയായിട്ട് അതിനുള്ളത്. അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നു. ഇതിലധികം ഇലകൾ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് ചെറപ്പറ. പിന്നെ ഇതാണ് ഞങ്ങളവിടെ കൂടുതലുള്ള നല്ല വയലറ്റ് പൂവാണ്. ഇതൊരു വെയിലൊക്കെ ആവാൻ തുടങ്ങിയാൽ ഇത് കൊഴിഞ്ഞു വീകും. രാവിലെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒന്നാകെ നല്ല രസത്തിൽ വിരിഞ്ഞൊക്കെ ഉണ്ടാവും. നല്ല രസമായിട്ട് കാണാൻ ഒരുപാടുണ്ടാവും. കണ്ടോ? പിന്നെ ഈ ഒരു ബുഷ് ചെടി ഉണ്ട് കേട്ടാ. പിന്നെ ഇതെന്താ എനിക്കറിയില്ല പേര്. ഇതിലധികം ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടാ. ഞാൻ എനിക്കറിയാത്ത ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഈ അടീനി ഉണ്ടിട്ടാ. പിന്നെ മണി പ്ലാന്റ് മതിൽമക്ക് ഇങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടാ. ഇത് പിന്നെ ഈ പോസ്റ്റുമ പടർത്തിയിട്ടുള്ളത് ഒരു യെല്ലോ കളറിലുള്ള കോളാമ്പിൻ്റെ പോലെയുള്ള ഒരു പൂവാണ്. ഇത് അങ്ങേ അറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ മേലെ. അത് വള്ളിച്ചെടിയാട്ടാ. ഇതും പിന്നെ അതുപോലെ പടരുന്നൊരു ചെടിയാണ്. ഒരു ചേമ്പില. ഇത് പിന്നെ
തെച്ചിൻ്റെ ഇത് വൈറ്റാണ് കേട്ടാ. ഇത് ഇതിനുമ്പോൾ നിറച്ച് പൂവുണ്ടായിരുന്നേ. ഇതൊക്കെ ഇപ്പോൾ പൂവൊക്കെ പോയിട്ട് ഇതിപ്പോൾ മുട്ടകളായിട്ടാ, കുറേ മുട്ടകളുണ്ട്. അത് അടുത്ത മുട്ടുകളായി വരികയായിട്ടാ. പിന്നെ അങ്ങനെ വലിയൊരു ചെടി ഉണ്ട്. പിന്നെന്താ നമ്മൾ നേരത്തെ കണ്ട വൈറ്റിൻ്റെ റെഡാണ് കേട്ടോ അത്. അതിന് പൂവുണ്ട്. ഇത് പിന്നെന്താ ഒരു ചേമ്പിൻ്റെ ഇലൻ്റെ പോലൊക്കെ ഉള്ള ഒരു ചെടി ഉണ്ട്. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട തെച്ചിൻ്റെ റെഡാണ്. പിന്നെതാ ഇങ്ങനത്തെ ഒരു ചെടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. പിന്നെ എന്താ ഇതേപോലെ ചേമ്പിൻ്റെ ഇലൻ്റെ വേറൊരു ഐറ്റം ചെടിയുണ്ട്. പിന്നെ അതാണ് ഇതിന് നിറച്ച് മുള്ളാട്ടാ. പക്ഷെ ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ഇതിമ്മ നിൽക്കൂല, അത് ഒലിച്ചു പോവും. പിന്നെ എന്താ ഇങ്ങനത്തെ ചെടികളാണ്. ഇതിനൊന്നും പേര് എനിക്കറിയില്ല കേട്ടാ. നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ എന്താ അവിടെ 10 മണി പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ, വൈറ്റ് ചണ്ട പൂവ്. പിന്നെ അടിയിൽ വേറെ ഒരറ്റം 10 മണിയുണ്ട്. അതിന് ഒരു മൊട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനത്തെ ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടാ. പിന്നെ എന്താ ഈ ചെടിൻ്റെ ഉള്ളിൽ കൂടെ മേലൊക്കെ ഒരു ചെടി ഉണ്ടായ അങ്ങനത്തെ ഒരു ചെടി ഉണ്ട്. ഇതിനൊന്നും പേര് എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മുള്ളുള്ള ചെടി തന്നെയാണ്. പിന്നെന്താ ഈ ഭാഗത്തേക്ക് കുറച്ച് മുളകിൻ്റെ തൈകളുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നല്ല രസമുള്ളൊരു ചെടി ഉണ്ട്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. പിന്നെ അതാ അങ്ങനത്തെ ഉള്ളത്. പിന്നെ 10 മണി ആട്ടോ. പിന്നെ അതാ നമ്മളെ അടീനിയൻ്റെ ചെറുതാട്ടോ അത്. ഇത് പിന്നെ പല പല കളറിൻ്റെ പൂവിൻ്റെ തൈകളാണ്. അവിടെ നമ്മൾ കണ്ടല്ലോ പിങ്ക് പൂവ്, അതിന് പല കളറുമാണ് ഇട്ടത്. നമ്മളൊന്നും പൂവുണ്ടായിട്ടില്ല, അത് ചെറിയ തൈയാണ്. ഇത് പിന്നെ നമ്മുടെ മതിലേക്ക് ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ വേറെ നമ്മളെ അപ്പുറത്ത് കണ്ടിരുന്നു. പിന്നെ അത് അവിടെ ഒരു വയലറ്റ് ചെടി, അതിൻ്റെ പിങ്കാണ് കേട്ടോ അത്. ഇത് പിന്നെ വേറെ അടിനിയ കേട്ടാ, അതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക്. ഇത് പിന്നെ ശവനാറയാണ് കേട്ടാ. പിന്നെ ഇതാ ഇതുണ്ട്. എന്ത് പിന്നെ ഇതാ എള്ളമുളച്ചിയാണ്. ഇതൊരു പുസ്തകത്തിനുള്ളിൽ വെച്ചാൽ ഇതിനുള്ളിൽ വേറെ തൈകൾ ഇങ്ങനെ പൊട്ടും. എന്താ ഇങ്ങനത്തെ പുല്ലുണ്ടത്. ഇതിപ്പോൾ അതൊക്കെ പോയി. ഇതാ പിന്നെ ഇതാ ഒരു നല്ല രസമുള്ളൊരു ഇത് പിന്നെ റോസ് പൂവിൻ്റെ ചെടിയാണ്. നല്ല രസമുള്ളൊരു പൂവാണ്. ഇത് പിന്നെ മൊട്ടാണ്. ഇതിപ്പോൾ മഞ്ഞക്കുളാമ്പിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റെഡാണ്. നേരത്തെ കണ്ട പിങ്ക് ഇല്ല മതിൽമക്ക് പടർന്ന് കിടന്ന അതിൻ്റെ റെഡാണ് കേട്ടോ. പിന്നെ അതാ മഞ്ഞ 10 മണി, ചുവപ്പ്, അങ്ങനെ പല കളറുള്ള 10 മണി ഉണ്ട്. പിന്നെ അതാ നമ്മൾ നേരത്തെ അവിടെ കണ്ടതിൻ്റെ വേറെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ പിന്നെ പൂവിടാത്ത ചെടികളാട്ടാ. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതാ ഈ ഒരു ബുഷുണ്ട്. അങ്ങനെ ഇതൊരു 5-6 ഇമ്മത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
വെയിലായി പിന്നെ പെട്ടെന്ന് മഴയും കൂടി ആയപ്പോൾ ആകെ കൊഴിഞ്ഞാടി. ഇതാ നമ്മുടെ ZZ പ്ലാന്റിൻ്റെ കൊമ്പ് മുറിഞ്ഞപ്പോൾ അതിന്മേൽ കുത്തിയതേന്. അപ്പോൾ അതും ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ടൈമെന്ന്. പിന്നെ എന്താ ഈ വലിയൊരു ചെടിയുണ്ട്. പിന്നെ ഇതാ ജെമിലലിൻ്റെ പോലെയുള്ള വേറൊരൈറ്റം നല്ല ഭംഗിയുള്ളൊരു റെഡ് ഇലയുള്ള ഒരു ചെടിയാട്ടത്. പിന്നെന്താ പുറത്ത് നാരങ്ങൻ്റെ ഇതുണ്ട്. പിന്നെ അതിന്മേൽ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ മിറാക്കൽ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇത് പിന്നെ ബുഷിൻ്റെ വേറൊരു യെല്ലോ കളറ് ലീഫുള്ള എന്താണ് ഇത്. പിന്നെ എർജാനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത് കസ്കസ് കിട്ടും നമുക്ക്. ഇങ്ങനെ ആക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് വെള്ളത്തിലിട്ട ശരിക്കും കസ്കസിൻ്റെ പോലെയാണ്. അപ്പം അത് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി കേട്ടോ. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട തെച്ചിൻ്റെ പിങ്ക് കളർ തെച്ച്. നമ്മളവിടെ റെഡും കണ്ടു, വൈറ്റും കണ്ടു, അതിൻ്റെ പിങ്ക്. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇന്ന് നമ്മൾ അകത്തേക്ക് കയറിനോട് തന്നെ ഉള്ളതാണ് കേട്ടോ അത്. ഇത് പിന്നെ ബാമ്പു ആണ് കേട്ടോ. ഇത് ചെറിയ തൈ തന്നെ. ഇത് പിന്നെ വലിയതായതാട്ടോ അത്. പിന്നെ അകത്തേക്ക് കയറിയാൽ പിന്നെ അത് അവിടെ ഇങ്ങനെ ഒരു ചെടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അറിയണവർ കമൻറ്റ് പറയണം. ഓക്കെ. പിന്നെ അവിടെ ഇങ്ങനെ നമ്മുടെ മറ്റേ ZZ പ്ലാന്റിൻ്റെ ആ ചെറിയൊരു കൊമ്പുണ്ട്. പിന്നെ ഇതുണ്ട് കേട്ടോ. പിന്നെ മല്ലിക പൂവുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.